ത്വായിഫിലും ഔത്താസിലും നക്ലയിലൊക്കെ പോയി ഇവരുടെ അക്രമം പേടിച്ചിട്ട് അഭയം തേടിയ ആളുകൾ ആ അഭയം തേടിയ സ്ഥലത്തേക്ക് ഇവർ അങ്ങോട്ട് ചെന്നിട്ട് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണ്. അവിടെ ഒരു പോരാട്ടം നടത്തി അവരെ കീഴ്പ്പെടുത്തുകയാണ്. നമ്മൾ ബദർ യുദ്ധത്തിന്റെ ചരിത്രം പറയുമ്പോൾ വലിയ ആനക്കാരിയായിട്ട് നമ്മൾ പറയലുണ്ട്. പ്രവാചകനെയും സ്വഹാബത്തിനെയും ഒക്കെ ഈ പറയുന്ന ഖുറൈശികൾ ദ്രോഹിച്ച് അവരുടെ സ്വന്തം നാടും വീടും ഒക്കെ ഉപേക്ഷിച്ചിട്ട് അവർ നാട് വിട്ടു പോകേണ്ട അവസ്ഥ വന്നു എന്ന്. യഥാർത്ഥത്തിൽ ആ ഒരു സംഭവം നടന്നിട്ടുള്ളത് ഇതിലാണ്. പ്രവാചകനും സ്വഹാബത്തും ഒക്കെ നാട് വിട്ടത് എങ്ങനെയാണ്, എന്തിനാണെന്നും എന്തുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതൊക്കെ കൃത്യമായി നമ്മൾ ബദർ യുദ്ധം വിശദീകരിച്ച വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവര് ജനിച്ചു വളർന്ന അവരുടെ നാട്ടിൽ നിന്ന് അവരെ ദ്രോഹിച്ചിട്ട് അക്രമം സഹിക്കാൻ വയ്യാതെ അവര് നാട് വിട്ടു പോവാണ്. ഔത്താസിലും നക്ലയിലും ഒക്കെ അതുപോലെ തന്നെ ത്വായിഫിലും ഒക്കെ അവർ അഭയം പ്രാപിച്ച് ആ കോട്ടക്കുള്ളിൽ ജീവിക്കുകയാണ്. ആ ജീവിക്കാൻ ജീവനും കൊണ്ട് ഓടിയ ആളുകളെ പിന്തുടർന്ന് ഈ പറഞ്ഞ രൂപത്തിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണ്. ഇതിലെവിടെ പ്രിയപ്പെട്ടവരെ കാരുണ്യം? ഇതൊക്കെയും തന്നെ ദൈവം തമ്പുരാന്റെ കൽപ്പന പ്രകാരമാണ് എന്ന് ഓർക്കുമ്പോഴാണ്